ഒരു പ്രിൻസിപ്പൾ ഒരു ടീച്ചറെ തട്ടിക്കൊണ്ടുപോയ കഥ. അത് ചെമ്പഴന്തി കോളേജ് ഈ നാട്ടുകാരുടെ പിടിയേരിയും പിന്നെ വെട്ടുതേങ്ങയും എല്ലാം വിറ്റുണ്ടാക്കിയ കാശും പിന്നെ കുറേ സംഭാവനകളൊക്കെ കളക്ട് ചെയ്തുണ്ടാക്കിയൊരു കോളേജാണ്. അപ്പോൾ അങ്ങനെ കുറേ ഷെഡുകൾ പണിതിട്ട് കോളേജൊക്കെ തുടങ്ങിയാണ്. സ്ഥലം ആരോ സംഭാവന ചെയ്തതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാരിൽ നിന്നെല്ലാം സാങ്ഷൻ കിട്ടി കോളേജ് തുടങ്ങാൻ വേണ്ടി. 1964 കോളേജ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പളെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചെടുക്കുമ്പോൾ സർക്കാർ കോളേജിലൊരു ഒരാൾ, ഒരു അധ്യാപകൻ, അയാൾ ശാർശങ്കർ സ്വാധീനം ചെലുത്തി ഇവിടെ പ്രിൻസിപ്പളായിരുന്നു. അയാളുടെ പേര് ജാരെന്ന. അയാൾ ഇവിടെ പ്രിൻസിപ്പളായിട്ട് വന്നു. അങ്ങനെ അയാൾ ഇവിടെ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഒരുപാട് പരാതികളും ബഹളങ്ങളൊക്കെയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ യൂണിയൻ്റെ ധനശേഖരാർത്ഥം ഒരു ശരശയ്യാന്നും പറഞ്ഞ നാടകം കളിച്ചു. ആ നാടകത്തിൻ്റെ കുറേ പൈസ അയാൾ അടിച്ചെന്നും പറഞ്ഞ് കുട്ടികൾ വലിയ സംരംഭങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ഇതറിയും ആർശങ്കറിൻ്റെ കയ്യിൽ ഈ പരാതികൾ എത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു തലശ്ശേരിക്കാർ ടീച്ചറുണ്ടായിരുന്നു. ഈ ടീച്ചർ എല്ലാ ശനിയാഴ്ചയും വരും ഇവിടെ ഇയാളെ സഹായിക്കാൻ പറഞ്ഞു വരിക. അങ്ങനെ വൈകിട്ട് ഇയാളുടെ ഒരു കാറുണ്ട്. ആ കാറിൻ്റെ ഇയാൾ പോകുമ്പോൾ ഇവരും കയറി എവിടെ പോകണേ എവിടെ ഇറങ്ങണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ശംഖുമുഖത്ത് നടക്കാൻ പോയി, ഈ ടീച്ചറുമായിട്ട്, ഈ പ്രിൻസിപ്പാൾ. അങ്ങനെ ശംഖുമുഖം കടപ്പുറത്തൂടെ നടന്നു പോകുമ്പോൾ മണലിൽ രണ്ടാളുകൾ ഷീറ്റെല്ലാം വിരിച്ച് കിടക്കുന്നു. ഒരാളുടെ പേര് നടരാജൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. ഈ ടീച്ചർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഒരാൾ ബറോഡ രാജൻ എന്ന് പറഞ്ഞ് പൊളിറ്റിക്സിലെ അധ്യാപകനാണ്. രണ്ടുപേരും ഒരു ലോഡ്ജിൽ താമസിക്കുകയും. പക്ഷേ ഇവർ കണ്ട ഉടനെ ഇവർക്ക് പേടിയായി. എന്നാൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകനല്ലേ മറ്റേത്. അങ്ങനെ പക്ഷേ അവരാരോടും ഇത് പറയാൻ പോയില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. പക്ഷേ ഇവർ പേടിച്ചു. അങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ ഈ ടീച്ചറെ രക്ഷപ്പെടുന്നത് ഇയാൾക്ക് രക്ഷപ്പെടണമല്ലോ, അല്ലെങ്കിൽ കോളേജ് മുഴുവൻ അറിയുമല്ലോ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആക്കുളം എന്നും പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചിത്രഭാനു എന്നും പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു. ആ ചിത്രഭാനുവിൻ്റെ വീട്ടിൽ ചെന്നു. ചിത്രഭാനു അവിടുത്തെ ആദ്യത്തെ ഈ കോളേജിൽ 64 ഒരു സ്റ്റുഡൻറ്റാണ്. ചെന്നിട്ട് പറയും, നീ എന്നെ ഒന്ന് സഹായിക്കണം, ചെറിയ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ പ്രിൻസിപ്പാൾ വന്ന് സഹായം ചോദിച്ചാൽ ഏത് കുട്ടിയാണ് ചെയ്യാത്തത്? അയാൾ എന്ത് സഹായം സാറ് വേണ്ട പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ വിവരമൊന്നും പറയുന്നില്ല. ഈ ശരശയ്യ എന്ന നാടകം കളിച്ച് പണം അടിച്ചെന്നും പറഞ്ഞ് ഒരുപാട് പരാതി പോയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് രണ്ടുപേരാണ് ഈ പ്രചരണം നടത്തിയെന്ന് വരുത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ ഒരു പരാതി എഴുതണം നിൻ്റെ കൈപ്പിടിയിൽ. ഈ പ്രിൻസിപ്പാൾ ശരശയ്യ എന്നുള്ള നാടകം കളിച്ച് പണം അടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ താഴെയിൽ ഇവർ രണ്ടുപേരുടെ പേര് വെക്കണമെന്ന്. അപ്പോൾ രണ്ടുപേരുടെ പേര് അവസാനം വെച്ചാൽ മതി, അത് പിന്നെ ഇപ്പോൾ വെക്കണ്ട. ഇത് കൊണ്ട് കാണിച്ച് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലണം. ഈ നടരാജനും രണ്ട് നടരാജന്മാർ, ഒരാളുടെ പേരാണ് കൊച്ചു നടരാജനും ഇത് ബറോഡ രാജനും താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ഇയാൾ പറഞ്ഞ്, സാറേ ഞാൻ മാനേജ്മെൻറ്റിന് പരാതി കൊടുക്കാൻ വേണ്ടി പ്രിൻസിപ്പാൾ ഇതിന് പൈസ അടിച്ചത്, സാർ ഇതിനൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അങ്ങനെ ഈ ശുദ്ധന്മാരായിട്ടുള്ള സാറന്മാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കീറിക്കളഞ്ഞ് അങ്ങനെ വന്നത്. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് അന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കോപ്പി എടുക്കണ എല്ലാം ബ്ലൂ നിറത്തിലുള്ള കാർബൺ കോപ്പി വയ്ക്കുന്നത്. അങ്ങനെ ഞാനൊരിക്കൽ ചെന്നപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് നടരാജൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അയാളുടെ ഫയലിൽ നിന്ന് എനിക്ക് എടുത്ത് തരികയും ചെയ്തു. ഈ ഫയൽ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ചിത്രഭാനു എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് പ്രിൻസിപ്പാളിന് കൊണ്ട് കൊടുത്തു. പ്രിൻസിപ്പാൾ അതിനകത്ത് ഒരു കവറിംഗ് ലെറ്റർ എഴുതി, ഇവർ രണ്ടുപേരുമാണ് ഈ പരാതി, എനിക്കെതിരെയുള്ള പരാതി പ്രചരിപ്പിക്കുന്നത്, തെളിവ് അവരുടെ കൈപ്പടയിൽ എഴുതിയ പരാതിയുടെ തെളിവ് തയ്യായിരിക്കുന്നതെന്ന് പറഞ്ഞ് മാനേജർക്ക് അയച്ചു. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് ദൂരസ്ഥലങ്ങളിൽ ഉള്ള കോളേജുകളിലേക്ക് രണ്ടുപേരും സ്ഥലം മാറ്റി. പക്ഷേ പിന്നീടാണ് ഇവർ അറിയുന്നത് ഇങ്ങനൊരു ചതിയുടെ പുറയിൽ നടന്നു എന്നുള്ളത്. അങ്ങനെ അവർ ഇവിടുത്തെ ലോക്കൽ മാനേജ്മെൻറ്റിനെ വിവരറിയിച്ചു. ലോക്കൽ മാനേജ്മെൻറ്റിൻ്റെ സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കി മാനേജർ ആർശങ്കറെ അറിയിക്കുന്നു. ആർശങ്കർ പിന്നെ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് രാജൻ ഇവിടുന്ന് തിരിച്ചു ഹോം സ്റ്റേഷനിലേക്ക് വിടുകയും ചെയ്യുന്നു.